Yes, good evening. Good evening, sir. Good evening, sir. Yes, good evening, good evening, good evening. കുറെ നാളായല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. Yes, sir. ഓക്കെ 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 ഓക്കെ. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു, sir. വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ഒരാൾ മാത്രമല്ല പറഞ്ഞോളൂ നന്നായിരുന്നു. ബാക്കിയുള്ളവർക്ക് അവർക്കും നന്നായിരുന്നു എന്ന് വിശ്വസിക്കാം അല്ലേ? നന്നായിരുന്നു, സർ. ഓക്കെ ഓക്കെ. അപ്പൊ ഓണത്തെ കുറിച്ച് ഒരു വിശദീകരണം തന്നെ അത് നമുക്ക് ലാസ്റ്റ് ആവട്ടെ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഭാഗമാകുമ്പോൾ നമുക്ക് അത് എടുക്കാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ എന്തെല്ലാമാണ് പറഞ്ഞു നിർത്തിയെന്നുള്ളത് ഓണത്തിന്റെ അടക്കം ആ പരീക്ഷയുടെ അടക്കമുള്ള കോലാഹലങ്ങളിൽ മറന്നുപോയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? സ്റ്റോറി റൈറ്റിംഗും സ്റ്റോറി റൈറ്റിംഗ് നമ്മൾ പറഞ്ഞു അല്ലേ? സ്റ്റോറി റൈറ്റിംഗ് നമ്മൾ പറഞ്ഞു. ആ സ്റ്റോറി റൈറ്റിംഗ് എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ലെറ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ ലെറ്ററിൽ ഒരു ഫ്രണ്ട്ലി ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞു, ഒഫീഷ്യൽ ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അതില് ഒഫീഷ്യൽ ലെറ്റർ അല്ല, ഫ്രണ്ട്ലി ലെറ്റർ എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് ഫുൾ A+ കിട്ടിക്കഴിഞ്ഞാല് നിങ്ങളുടെ കൂട്ടുകാരിയെ ആ വിവരം അറിയിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതി കഴിഞ്ഞാല് എങ്ങനെ എഴുതണം എന്നുള്ളതല്ല നമ്മൾ പറഞ്ഞത്. ശരിയല്ലേ? ഓക്കെ. അത്രയും വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. Yes, sir. ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി ശരി. ഞാൻ ഒന്നും കൂടി ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടി നിങ്ങളോട് ചോദിച്ചതാണ്. ഓക്കെ. യെസ്. പിന്നെ നമുക്ക് അതിന്റെ ബാലൻസ് നമുക്ക് പറയാം. അതിന്റെ ബാലൻസ് നമ്മൾ പറയുമ്പോൾ കുറച്ച് സമയം പോകുന്നതിന്റെ പേരില് യൂണിറ്റ് 13 ഒന്ന് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. യൂണിറ്റ് 13 ബന്ധപ്പെട്ട ഒന്ന് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. ഓക്കെ. യെസ്. അപ്പൊ എന്താണ് യൂണിറ്റ് 13 പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. യെസ്. ഓക്കെ. റെഡി അല്ലേ? എല്ലാവരും ആയല്ലേ? ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ചില ഫ്രേസൽ വെർബിനെ കുറിച്ചാണ്. ഞാൻ എക്സാമ്പിൾ പറയാം. ദീപ്തിയാണ് പറയേണ്ടത് കേട്ടോ. ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ലുക്ക് നോക്കുക. ശരിയാണ്. യു ആർ റൈറ്റ്. ഒരു വാക്കുകൂടി ഞാൻ ചോദിക്കാം. AFTER ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? മീനിങ് ശേഷം. ഓക്കെ. ഒരു വാക്കുകൂടി ഉണ്ട്. ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശേഷം. അത് ശരിയാണ്. അപ്പൊ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? നോക്കിയ ശേഷം. ഇവിടെയാണ് കുഴപ്പം കേട്ടോ. നമുക്ക് ഇങ്ങനെ തോന്നുന്നു, ലുക്ക് നോക്കുക, ആഫ്റ്റർ ശേഷം. അപ്പൊ ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോഴോ? ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ രണ്ട് പേരായിട്ട് തന്നെ പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ വിചാരിക്കും നോക്കിയ ശേഷം എന്ന് ചോദിക്കും. നോക്കിയ ശേഷം എന്നല്ല, സംരക്ഷിക്കുക എന്നർത്ഥം. സംരക്ഷിക്കുക, പ്രൊട്ടക്ട് മീനിങ്. ഇങ്ങനെയുള്ള രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വേർഡുകൾ ചേർന്ന് കഴിയുമ്പോൾ വേറൊരു അർത്ഥം നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ ഈ ഫ്രേസൽ വെർബ്. നമ്മൾ വാക്കുകളുടെ അർത്ഥം വെച്ച് നോക്കിയാൽ ശരിയാവില്ല. അത് ചിലപ്പോൾ അതിന്റെ കൂടെ വലിയൊരു പ്രിപ്പോസിഷൻ ആയിരിക്കാം, ചിലപ്പോൾ രണ്ട് വെർബുകളായിരിക്കാം. ആ രണ്ട് വെർബുകൾ വന്നു കഴിയുമ്പോൾ അർത്ഥത്തിൽ വ്യത്യാസം വരും. അതിനെയാണ് നമ്മൾ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ദീപ്തി അത് പറയുകയും ചെയ്തു. ബാക്കിയുള്ളവർക്ക് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഫ്രേസൽ വെർബ് രണ്ട് വേർഡുകള്, അത് വേണമെങ്കിൽ ഒന്നൊരു വെർബ് ആവാം, മറ്റേതൊരു പ്രിപ്പോസിഷൻ ആവാം. അതുമല്ല എങ്കിൽ രണ്ട് വെർബ് ആവാം, രണ്ട് വാക്കുകളാവാം. ആ രണ്ട് വാക്കുകൾ ഒന്നിച്ചർത്ഥം പറയുമ്പോൾ മൂന്നാമതൊരു അർത്ഥം കിട്ടുകയാണെങ്കിൽ അതാണ് നമ്മൾ പറയുന്ന ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ഇതിന്റെ ചോദ്യം വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫ്രേസൽ വെർബ് വെച്ച് ഒരു വാചകം കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ആ ഫ്രേസൽ വെർബിന്റെ അടിയിൽ ഒന്ന് വരച്ചിട്ടുണ്ടാവും, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ അടിയിൽ ഈ ഫ്രേസൽ വെർബിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട്. ഒരെണ്ണം കറക്റ്റ് മീനിങ് ആണ്. അപ്പൊ കറക്റ്റ് മീനിങ് ഉപയോഗിച്ച് നമ്മൾ അതൊന്ന് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം, പൂരിപ്പിക്കണം. ഓക്കെ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് വരാവുന്ന കുറച്ച് ഫ്രേസൽ വെർബുകൾ നമ്മളൊന്ന് ഓർത്തിരിക്കണം. അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്ക്രീനില് ഓക്കെ, ദീപ്തി ആദ്യത്തെ ഒരു 5 എണ്ണം വായിച്ചേ. Yes, sir. First one, break away, escape. ഒന്ന് The ഉറക്കം വായിക്കും. smuggler. പക്ഷെ ഉറക്കം ബലത്തി ഓണമൊക്കെ കഴിഞ്ഞല്ലേ, പായസമൊക്കെ ഇഷ്ടം പോലെ കഴിച്ചതല്ലേ, ഒരു ബലത്തി Sir, വായിച്ചേ. ചുമയാണ് ചുമ. ആ ശരി, ഓക്കെ ഓക്കെ, അന്ന് പയ്യെ വായിച്ചാൽ മതി. ഓക്കെ 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 ഓക്കെ. ബ്രേക്ക്, Break away, അതിന്റെ മീനിങ് എസ്കേപ്പ്, അത്ര മതി. ബ്രേക്ക് അവേ അത് വെച്ചിട്ടുള്ള സെന്റൻസ് അടിയിൽ കൊടുത്തേക്കണം കേട്ടാ. ബ്രേക്ക് എന്ന് പറയുമ്പോൾ തകർക്കുക എന്ന് വിചാരിക്കും. അത് വായിക്കണം. എസ്കേപ്പ് രക്ഷപ്പെടുക. അടുത്തത് അത് വായിക്കണം, അതിന്റെ മീനിങ്. വേണ്ട വേണ്ട, അതിന്റെ അടിയിൽ വെച്ച് രണ്ടാമത്തെ വെച്ചാൽ മതി. ബ്രേക്ക് ഡൗൺ, ഡിസ്ട്രോയ്, ഡിഫീറ്റ്. ഡിസ്ട്രോയ്, ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രോയ് ഓർ ഡിഫീറ്റ്, നശിക്കുക അല്ലെങ്കിൽ പരാജയപ്പെടുത്തുക. ഓക്കെ, അടുത്തത് മൂന്നാം ബ്രേക്ക് ഇൻ ടു, എൻ്റർ ബൈ ഫോഴ്സ്. അല്ല, എൻ്റർ ബൈ ഫോഴ്സ്, ശക്തി ഉപയോഗിച്ച് അകത്ത് കിടക്കുന്നതിനെയാണ് ബ്രേക്ക് ഇൻ ടു എന്ന് പറയുന്നത്. ബ്രേക്ക് ഇൻ ടു, എൻ്റർ ബൈ ഫോഴ്സ്. അടുത്തത് ബ്രേക്ക് ഓഫ്, എൻഡ്, ടെർമിനേറ്റ്. ബ്രേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് അവസാനിക്കുക, ടെർമിനേറ്റ് ഇല്ലാതെയാക്കുക. ഒരെണ്ണോടി വായിച്ചു. ബ്രേക്ക് ഔട്ട്, ടു ബിഗിൻ സഡൻലി. ബ്രേക്ക് ഔട്ട്, ടു ബിഗിൻ സഡൻലി, പെട്ടെന്ന് ആരംഭിക്കുക. ബ്രേക്ക് ഔട്ട്, ടു ബിഗിൻ സഡൻലി. ഓക്കെ, അടുത്തത് മോനിഷ. സർ. ആറാമത്തെ തുടങ്ങി 10ാമത്തെ വായിച്ചു. ബ്രേക്ക് ത്രൂ, ഫോഴ്സ് എ വേ ത്രൂ. ബ്രേക്ക് ത്രൂ, ഫോഴ്സ് എ വേ ത്രൂ. യെസ്, അടുത്തത് ബ്രേക്ക് അപ്പ്, ഡിവൈഡ് ഇൻടു സ്മോളർ പീസസ്. ബ്രേക്ക് അപ്പ് എന്ന് പറഞ്ഞാല് സ്മോൾ പീസസ്, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നതിനെയാണ് ബ്രേക്ക് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ബ്രിങ് എബൌട്ട്, ടു കേസ്. ബ്രിങ് എബൌട്ട് എന്ന് പറഞ്ഞാല് ടു കോസ്, കാരണമാവുക. ഓക്കെ, ബ്രിങ് എബൌട്ട്, ടു കോസ്. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്തത് ബ്രിങ് ബാക്ക്, ടു റിട്ടേൺ, കോസ് ടു റിട്ടേൺ. ടു റിട്ടേൺ, മടങ്ങുക. കോസ് ടു റിട്ടേൺ, അല്ലെങ്കിൽ മടങ്ങുവാനായിട്ട് കാരണമാവുക. ഓക്കെ, വൺ മോർ. ബ്രിങ് ഡൗൺ, കോസ് ടു കം ഡൗൺ, കോസ് ഫോർ. കോസ് ടു കം ഡൗൺ, താഴെ ഇറങ്ങാൻ കാരണമാവുക, അല്ലെങ്കിൽ കോസ് ഫോർ, കാരണമാവുക. ഓക്കെ, യെസ്. ബ്രിങ് ഇൻ. ഓക്കെ 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 ഓക്കെ, മതി മതി മതി, എല്ലാവരും. ഓക്കെ 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 ഓക്കെ. സബിക 11 to 15. Yes, sir. Okay, okay, okay. Okay. Bring in, add or save. Earn, Bring സമ്പാദിക്കുക. സാവകാശം വായിച്ചാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. Produce. പ്രൊഡ്യൂസ്, പ്രൊഡ്യൂസ് എന്താർത്ഥം? Produce ചെയ്യുക, ഉൽപ്പാദിപ്പിക്കുക. ഓക്കെ 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 ഓക്കെ. Bring under. Bring under. To control and defeat. എന്ന് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ പരാജയപ്പെടുത്തുക. ഡിഫീറ്റ്, പരാജയപ്പെടുത്തുക. ഓക്കെ 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 ഓക്കെ. Bring up. To educate and care for kids. To educate, പഠിപ്പിക്കുക. ആൻഡ് കെയർ, സംരക്ഷിക്കുക. കിഡ്സ് എന്ന് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള അർത്ഥമാണ്, മീനിങ് ആണത്. അപ്പൊ ഈ ബ്രിങ് അപ്പ് ഒക്കെ എപ്പോഴും പലപ്പോഴും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ആ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചേക്കാം. ബ്രിങ് അപ്പ്, ടു എഡ്യൂക്കേറ്റ്. ടു എഡ്യൂക്കേറ്റ് എന്നുള്ളതിന്റെ വേർഡാണ് ബ്രിങ് അപ്പ്. അപ്പൊ നമ്മൾ സാധാരണ ബ്രിങ് അപ്പ് എന്ന് പറയുമ്പോൾ നേരത്തെ ദീപ്തി പറഞ്ഞ പോലെ ചിന്തിക്കുമ്പോൾ ബ്രിങ്, കൊണ്ടുവരിക, അപ്പ് മുകളിലേക്ക് കൊണ്ടുവരിക എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ചിന്തിക്കരുത്.
ഇത് ഫ്രേസൽ വെർബാണ്. രണ്ട് വേർഡുകൾ തമ്മിൽ ചേരുമ്പോൾ വേറെ അർത്ഥമാണ് വരിക. ഓക്കെ, വൺ മോർ പ്ലീസ്. Call at. Visit Yeah. a place. ആ Call on. അതൊരു മറ്റു- Visit a person. ഇത് രണ്ടും ശ്രദ്ധിച്ചേക്കണം കേട്ടാ. കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം മീനിങ് ആണ്, വിസിറ്റ് എന്നാണ്. നമ്മൾ സന്ദർശിക്കുന്നത് ഒരു സ്ഥലമാണെങ്കിൽ ഐ കോൾ അറ്റ് ഗോവ എന്ന് പറയണം. ഞാൻ സന്ദർശിക്കുന്നത് സബികയാണെങ്കിൽ ഐ കോൾ ഓൺ എന്ന് പറയണം. ഒരു വ്യക്തിയെയാണ് നമ്മൾ സന്ദർശിക്കുന്നതെങ്കിൽ അതിനെ ഓണെന്നും, നേരെ മറിച്ച് ഒരു സ്ഥലമാണെങ്കിൽ നമ്മളതിനെ കോൾ അറ്റ് എന്നും പറയും. അപ്പൊ അറ്റ് ഓൺ. ഇത് തന്നെ വേറൊരു രീതിയിലും വരും. എഗ്രി എന്ന് പറയുന്ന വേർഡിനെ കൂടി വരും. എഗ്രി വിത്ത് എ പേഴ്സൺ ടു എ തിങ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാകുന്ന എനിക്കറിയില്ല, എന്നാലും ഞാൻ കൂടി റിപ്പീറ്റ് ചെയ്യണം. എഗ്രി വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ സബീകനോട് ഐ എഗ്രി വിത്ത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബീക പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ സബീകനോടുള്ള ഇഷ്ടം മനസ്സിലായില്ലേ? സബീക എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ സമ്മതിക്കുന്നു, അതാണ് അത് എന്റെ അർത്ഥം. എഗ്രി വിത്ത്. എഗ്രി ടു യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബീകനോടല്ല എനിക്ക് ഇഷ്ടം, സബീക പറഞ്ഞ ആ ഐഡിയയോടാണ് ഇഷ്ടം. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എഗ്രി വിത്ത് എ പേഴ്സണും ടു എ തിങ്, ഏതുപോലെ കോൾ അറ്റും കോൾ ഓണും പോലെ. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തത് മുബീന, 16 മുതൽ 20 വരെ വായിക്കുക. Call upon, ask to do something. എന്ന് വെച്ചാൽ എന്താണ്? Um, എന്തെങ്കിലും ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക. ആസ്ക് ടു ഡു സംതിങ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് Call for, demand. ഡിമാൻഡ് എന്ന് പറഞ്ഞാല് ആവശ്യപ്പെട്ട്. ഓക്കെ ഓക്കെ. ഡിമാൻഡ് ആവശ്യം. ഓക്കെ 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 ഓക്കെ. Continue. ക്യാരി ഓൺ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് ഇടക്കിടക്ക് ക്യാരി ഓൺ എന്ന് പറയും. ക്യാരി ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടിന്യൂ എന്നാണ്. കണ്ടിന്യൂ. ക്യാരി എന്ന് പറയുന്ന വാക്ക് നമ്മൾക്ക് എടുക്കുന്നു വിചാരിക്കും. ക്യാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരിയിങ്, എടുക്കുക, കൊണ്ടുപോവുക എന്നൊക്കെ അല്ലേ? അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്. ഓക്കെ 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 ഓക്കെ. Carry out, for, fulfill, execute. എക്സിക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? നടപ്പിലാക്കുക കേട്ടാ. നടപ്പിലാക്കുക. എക്സിക്യൂട്ട് ഓർ ഫുൾഫിൽ, പൂർത്തിയാക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. About, happen, സംഭവിക്കുക. കം അബൌട്ട്, സംഭവിക്കുക. ഓക്കെ 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 ഓക്കെ. ശരിയാണ്. ഇനി അടുത്തത് ശരണ്യ, 21 മുതൽ 25 വരെ വായിച്ചു. Come across, meet by chance. ഇത് ഞാൻ എന്താണ്? യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടുക. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യാദൃച്ഛികമായിട്ട് ബൈ ചാൻസ് ഉണ്ടാ. നമ്മൾ പറയാറുള്ള ചില കാര്യങ്ങൾ ബൈ ചാൻസ് സംഭവിച്ചാണ്, വിചാരിച്ചിട്ട് സംഭവിച്ചല്ല. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ് പറഞ്ഞത്. യു ആർ റൈറ്റ്. ഓക്കെ ഓക്കെ. അടുത്തത് Come by, obtain. യെസ് മീനിങ് എന്താണ്? നേടുക കേട്ടോ. നേടുക. ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് Come to, mount to. മൗണ്ട് ടു. മൗണ്ട് ടു എന്ന് പറഞ്ഞാല് ഏതാണ്ട് എത്തിച്ചേരുക എന്ന് പറയാറില്ലേ? ഏതാണ്ട് എത്തിച്ചേരുക, ആ അർത്ഥമാണ് മൗണ്ട് ടു വേണ്ടത്. ബിൽ came to ഏതാണ്ട് 200 രൂപയായി. ഓക്കെ ഓക്കെ. അടുത്തത് Come round, begin to accept. accepted. Begin to accept. accept എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ. മീനിങ് എന്ത് വരും അപ്പൊ? സ്വീകരിക്കുക. സ്വീകരിക്കാനായിട്ട് തുടങ്ങുക. begin to accept. Okay, very good. One more please. Cut across, interrupt or oppose. എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഇന്ററപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുക, അതല്ലേ? ഒപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എതിർക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. ശരിയാണ് ശരി.
തടസ്സം വരിക അത് തന്നെയാണ്. ഓക്കെ, കറക്റ്റ് ആണ്, യു ആർ റൈറ്റ്. ഇന്ററപ്റ്റ് ഓർ ഓപ്പോസ്. ഓക്കെ 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 25 നിൽക്കട്ടെ. ഓക്കെ 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 ഓക്കെ. ആൻസർ ആൻസർ ഇല്ല. യെസ്, ആൽഫ ജേക്കും. യെസ് സാർ. പറഞ്ഞോളൂ, വായിച്ചോളൂ. 26 തുടങ്ങി 30 വരെ. കട്ട് ഡൗൺ ടു റെഡ്യൂസ്. മീനിങ് പറഞ്ഞോളൂ, അറിയാമോ? കുറയ്ക്കുക. അതെ, വെരി ഗുഡ് വെരി ഗുഡ്. അറിയാവുന്നൊക്കെ പറഞ്ഞു. കുറയ്ക്കുക, ശരിയാണ്. കട്ട് ഓഫ്, ഡിസ്കണക്ട്. അത് ഡിസ്കണക്ട് ആവുക പറയത്തില്ലേ? കട്ടായി പോവുക. കട്ടായി പോവുക. ബന്ധം വിച്ഛേദിക്കുക. ഗെറ്റ് ഓൺ, മേക്ക് പ്രോഗ്രസ്. പുരോഗമനം ഉണ്ടാകുക. പുരോഗതി ഉണ്ടാക്കുക. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഗെറ്റ് ഓവർ, ഓവർകം. ഒരു സിറ്റുവേഷൻ ഓവർകം അതിജീവിക്കുക. ഓക്കെ, അതിജീവിക്കുക. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് ഗെറ്റ് അവേ, എസ്കേപ്പ് ഫ്രം. രക്ഷപ്പെടുക. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഒരു അല്പം ഓക്കെ 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 ഓക്കെ, ശരിയാണ്. യെസ്, ദീപ്തി വായിച്ചില്ലല്ലോ. ഞാൻ വായിച്ച മാം. വായിച്ചതാണല്ലേ? ഓക്കെ 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 ഓക്കെ. ഇനി ഇതിൽ പേര് കണ്ടവരുടെ ഞാൻ പറഞ്ഞത്. ഇനി ഓക്കെ, വായിക്കുള്ളവർ ഓരോരുത്തർ വായിക്കും. അടുത്ത ആൾ ഒരു എന്റെ മക്കളെ ഇതിവിടെ എഴുതിയിട്ടേക്കാലും ഒന്ന് വെറുതെ ഇത് വായിക്കണേന് എന്താ കുഴപ്പം? 31 മുതൽ 35 വരെ. അടുത്ത ആള് ആരാണ് അടുത്ത് വരുന്നത്? വായിച്ചോർക്കനെ വായിക്കാമോ? വായിക്കുന്നവരെ കൂടെ വായിപ്പിക്കേണ്ടി വരും. അവരാരും വരുന്നില്ല എങ്കിൽ ആർക്കെങ്കിലും നേരത്തെ വായിക്കാത്ത ആർക്കെങ്കിലും താല്പര്യമുള്ളവർ വരൂ. എനിബഡി? ഞാൻ വായിക്കാം. യെസ്, അരീഫ അജ്മൽ. ഓക്കെ, വായിച്ചോളൂ. ഗെറ്റ് ത്രൂ, പാസ്, കടന്നു പോവുക, വിജയിക്കുക. ഓക്കെ ഓക്കെ, ഗെറ്റ് അപ്പ്, റൈസ് ഫ്രം ബെഡ്, ബെഡിൽ നിന്ന് എണീക്കുക രാവിലെ. ഓക്കെ, എഴുന്നേൽക്കുക. ഓക്കെ, ശരിയാണ്. ഗീവ് ഇൻ, സറണ്ടർ ഓർ ഈൽഡ്. സറണ്ടർ കീഴടങ്ങാം. ഗീവ് അപ്പ്, സ്റ്റോപ്പ്. അറിയാലോ മീനിങ്. ഗീവ് അവേ, ഗീവ് അവേ, ഡിസ്ട്രിബ്യൂട്ട്. ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിതരണം ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ. ശരിയാണ് ശരിയാണ് ശരിയാണ്, വിതരണം ചെയ്യുക. ഓക്കെ 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 ഓക്കെ, ശരി അരീഫ. ഇനി അടുത്തത് 36 മുതൽ 40 വരെ. മീനിങ് പറയാനായിട്ട് വിഷമിക്കേണ്ട, ഞാൻ വിൽ സപ്പോർട്ട് ചെയ്യൂ. അടുത്ത ആള് ഞാൻ വായിക്കാം. യെസ്, വെരി ഗുഡ്. ഗീവ് ഓവർ, ഓക്കെ ഓക്കെ, ഒന്ന് എവിടെ നോക്കിയാണ്? ഗീവ് ഓവർ, ഗീവ്. ഗീവ് ഓവർ 36. ഓക്കെ, ഗീവ് ഓവർ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഗീവ് ഓവർ, ഗീവ്, നൽകുക, കൊടുക്കുക. ഓക്കെ. ഗോ ത്രൂ, എക്സാമിൻ കെയർഫുള്ളി. എന്ന് വെച്ചാല് എക്സാമിൻ കെയർഫുൾ ആയിട്ട് ചെയ്യാന്നുള്ള അർത്ഥം. കൃത്യമായി പരിശോധന. അത് ഒരു ആഡ്വർബാണ്. LY വന്നപ്പോ പരിശോധിക്കുക, കെയർഫുള്ളി, ശ്രദ്ധയോടുകൂടി പരിശോധിക്കുക. ഓക്കെ, എക്സാമിൻ. അടുത്തത് ഗോ ആഫ്റ്റർ, ട്രൈ ടു വിൻ സംതിങ്, സംവൺ, ചേസ്. എന്താ വിജയിക്കാനായിട്ട് വിജയിക്കാനായിട്ട് ട്രൈ ചെയ്യുക. വെരി ഗുഡ് വെരി ഗുഡ്. ലുക്ക് ആഫ്റ്റർ, ടു ടേക്ക് കെയർ. നേരത്തെ പറഞ്ഞതിന് വേണ്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ദീപ്തിയോട് ചോദിച്ചതാണ്. ഓക്കെ ഓക്കെ, ലുക്ക് ആഫ്റ്റർ, ടു ടേക്ക് കെയർ. ടു ടേക്ക് കെയർ എന്ന് പറഞ്ഞാല് സംരക്ഷിക്കുക, കെയർ ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. ലുക്ക് ഫോർ ആണെങ്കിലോ?
look for search. സെർച്ച് കണ്ടെത്തുക, കണ്ടുപിടിക്കുക. Look for. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അമൃത അനീഷ്. ഇനി അടുത്ത് 41 to 45 വരെ. ആരുടെ അടുത്താണ്? ഞാൻ വായിക്കാം. യെസ്, വരുന്നോളൂ. മേക്ക് ആഫ്റ്റർ. Make after, run after, autumn കഴിഞ്ഞു. തുടരുക. ഓക്കെ 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 ഓക്കെ. Make out, understand, മനസ്സിലായി. മനസ്സിലാക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. Make up for the, compensate. മേക്ക് ഫോർ ദി എന്ന് പറഞ്ഞാൽ കോമ്പൻസേറ്റ്. കോമ്പൻസേറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം കോമ്പൻസേഷൻ കൊടുക്കാന്നൊക്കെ പറയാറില്ലേ? അതിന് പകരം കൊടുക്കുക. പരിഹാരം, പകരം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. പാസ് അവേ, ഡൈ, മരിച്ചു. അപ്പൊ ഈ പാസ്ഡ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മരിച്ചു എന്നാണ്. ഓക്കെ, ഡൈഡ് എന്നുള്ളതിനുള്ള വേറെ വേണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡുകളാണ്. ഓക്കെ, അടുത്തത് പാസ് ഓവർ, ഡൈ, ഇഗ്നോർ, ഇഗ്നോർ, ഒഴിവാക്കുക കേട്ടാ. പാസ് ഓവർ എന്ന് പറയുമ്പോ ഡൈ എന്ന് അർത്ഥമുണ്ട്, പിന്നെ ഇഗ്നോർ ഒഴിവാക്കുക. ഓക്കെ 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 ഓക്കെ. ഇനി 46 to 50 അടുത്ത ആരാണ്? 46 to 50. Yes, who is next? ആരെങ്കിലും ഒരാൾ പോവാ. നേരത്തെ വായിക്കാത്ത ഒരാൾ ഇങ്ങനെ കയറി വരൂ. ഞാൻ ആർക്കും ഇനി അവസരം തന്നില്ല എന്ന് പറയരുതല്ലോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും അവസരം കിട്ടട്ടെന്ന് വിചാരിച്ച് നേരത്തെ വായിക്കാത്ത ആരെങ്കിലും ഒരാൾ കയറി വരൂ. Who is next? ഇത് ഇതിനകത്ത് എഴുതിയേക്കണം നോക്കി വായിക്കാൻ എന്താ ഇത്ര വലിയ ബുദ്ധിമുട്ടുന്നേ? എത്രയോ പ്രാവശ്യം വായിക്കാത്തതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചീത്ത പറയാറുണ്ട്. അമ്മയായിട്ടുള്ള നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഇതൊക്കെ എന്താ വായിച്ചൂടെ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ മക്കളുടെ തലക്കെട്ടൊക്കെ കേൾക്കാറല്ലേ, ചീത്ത പറയാറല്ലേ? നമ്മൾ വായിക്കുന്നില്ലല്ലോ. യെസ്, ഞാൻ വായിക്കാം സാർ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ശരണ്യ ധൈര്യമായിട്ട് വായിച്ചു. Put across. Put across. Very good. Communicate successfully. Communication. നന്നായിട്ട് ആശയവിനിമയം. You are right. You are right. നന്നായിട്ട് ആശയവിനിമയം ചെയ്യുക. വെരി ഗുഡ്. അടുത്തത് Put in. To make action. ഓരോ ആക്ഷൻ, ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നത് അതാണ്. ചെയ്യുക, പ്രാവർത്തികമാക്കുക അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. Put off. Postpone. 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 നീട്ടി വെക്കുക എന്നാണ് കേട്ടോ. നീട്ടി വെക്കുക. സ്പെല്ലിംഗിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പോസ്റ്റ്പോൺ, നീട്ടി വെക്കുക. അടുത്തത് Put on. Put on. ഓക്കെ. പുട്ട് ഓണിന്റെ മീനിങ് പറഞ്ഞു. Wear. വെയർ. വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധരിക്കുക. ധരിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പോ വെയറിങ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി പറഞ്ഞോടി. Put out. Extinguish. എക്സ്റ്റിംഗ്വിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വാക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടു കാണാം. എവിടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴെങ്കിലും സിനിമയ്ക്ക് പോയപ്പോ ആ സിനിമയുടെ സ്ക്രീനിന്റെ മുന്നിൽ കുറെ ചുവന്ന ബക്കറ്റുകൾ കണ്ടിട്ടുണ്ടാവും. ആ ബക്കറ്റില് ഈ സംഗതി, ഈ വേർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓർക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും ചെറുതായി നിൽക്കുമ്പോഴേക്കും സിനിമക്ക് പോയപ്പോ ഈ ഒരു ലെറ്റർ എഴുതി വെച്ചേക്കുന്നത് എക്സ്റ്റിംഗ്വിഷ്. ഓർക്കണില്ല അല്ലേ? അപ്പൊ ഞാൻ പറയാം, കെടുത്തുക എന്നാണ്. കെടുത്തുക എന്നൊരു കൊണ്ടുപോയി കെടുത്തുക എന്നല്ല, തീയൊക്കെ കെടുത്തൂല്ലേ, ആ കെടുത്തില്ല കേട്ടോ. എക്സ്റ്റിംഗ്വിഷ്. പുട്ട് ഔട്ട്. ഓക്കെ 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 ഓക്കെ. ഇനി 51 മുതൽ 55 വരെ. എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്ന് അറിയുമ്പോ, ഞാൻ പറയുമ്പോഴേ നിങ്ങൾ ആദ്യം ഒന്ന് വായിച്ചു നോക്ക്, കിട്ടുമെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം ഇത് വെച്ചിട്ട്. അതാണ് കുറച്ച് ഡിലേ വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ചിന്തിക്കേണ്ട. ഞാൻ പറയും, അങ്ങനെ അങ്ങോട്ട് പറയും.
യെസ് 51 to 55. ഓക്കെ, അടുത്തതാരാണ്? ഹു ഈസ് നെക്സ്റ്റ്? ഞാൻ വായിക്കാം സർ. യെസ്, വെരി ഗുഡ്. മനീജ. ഓക്കെ ഓക്കെ ഓക്കെ, വായിച്ചോളൂ. 51 to 55. ഓക്കെ, carry on. Put up, stay, build, erect. മീനിങ് എന്താണ്? നമ്മള് സ്റ്റേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പ്, അതുപോലെ നമ്മള് ഉണ്ടാക്കുക. ബിൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇപ്പൊ ഹൗസ് ബിൽഡ് എന്നൊക്കെ പറയാം, അങ്ങനെ നമ്മൾ ഉണ്ടാക്കല്, അങ്ങനെ. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ പറയണം, ഓരോന്നോരോന്നും അർത്ഥം വെച്ചെന്നെ പറ. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ഷീ പുട്ട് അപ്പ്. അത് വായിക്കണോ സർ? വേണോ? അത് വേണമല്ലോ, അത് നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഓക്കെ, തീരൂല്ലെങ്കിൽ. പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ്. ടോളറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് മറ്റുള്ളവരെ ടോളറേറ്റ് ചെയ്യാന്ന് പറയില്ലേ, നമ്മള് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക, അങ്ങനെയാണോന്ന്. സഹിഷ്ണുത മലയാളത്തിൽ പറയും കേട്ടോ. ആരെയും നമ്മൾ ദ്രോഹിക്കാതിരിക്കുക, ആരെയും നമ്മൾ വിഷമിപ്പിക്കാതിരിക്കുക, അതൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് പരിചയമില്ലാത്തവരെ പോലും. ഓക്കെ, ടോളറൻസ്, സഹിഷ്ണുത. അടുത്തത് പുട്ട് ഡൗൺ, റൈറ്റ് ഓർ സപ്രസ്. നമ്മള് എഴുതുക. പുട്ട് ഡൗൺ എന്ന് പറയാൻ നമ്മൾ എഴുതുക, അല്ലെങ്കിൽ സപ്രസ്, നമ്മൾ എന്തെങ്കിലും ഒന്ന് സപ്രസ് ചെയ്യുക, കീഴടക്കുക. വെരി ഗുഡ്. അടുത്ത റൺ ഔട്ട്. ഓക്കെ, അറിയാവുന്നതാണല്ലോ. നമ്മള് പുറത്തേക്ക് ഓടിപ്പോകുക, ഇല്ലാതായി തീരുക. ഓക്കെ ഓക്കെ, റൺ ഔട്ട്. വെരി ഗുഡ്. വൺ മോർ. അടുത്തത് സെൻഡ് ഫോർ, സമ്മൺ. ഈ കോടതിയിൽ നിന്നൊക്കെ ഒരു സമൻസ് അയക്കാൻ കേട്ടിട്ടില്ലേ? അത് ഈ ഇതേ കുറച്ചാണ്. പറ. ഓക്കെ, വിളിപ്പിക്കുക കേട്ടോ. സമൻസ് വിളിക്കുക, വിളിപ്പിക്കുക, ഇതാണ് സമൻസ്. ആ വാക്ക് വേർഡ് തന്നെയാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ സർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി 56 to 60 അതാരാണ്? 56 to 60. വെറുതെ ഇത് വായിച്ചു നോക്കിയാൽ മതി. ഇത് പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം ഞാൻ എന്ന് പറയാൻ, അല്ലേ? യെസ്, അതൊക്കെ പറ്റുമതേ. 51 to 60. സാർ ഞാൻ പറയാം. വെരി ഗുഡ്. ഹരീഫ പറഞ്ഞോളൂ. ഹാരിഫ. സെറ്റ് അബൌട്ട്, സ്റ്റാർട്ട്, തുടങ്ങാം. ഓക്കെ, സെറ്റ് ഓഫ്, സെറ്റ് എബൌട്ട്. ഓക്കെ 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 ഓക്കെ, ഞാൻ എന്റെ നമ്പർ തെറ്റിപ്പോയതാണ്. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. സെറ്റ് ഓഫ്, സ്റ്റാർട്ട് എ ജേണി, ഒരു യാത്ര തുടങ്ങാം. വെരി ഗുഡ്. സെറ്റപ്പ്, റൈസ്, എസ്റ്റാബ്ലിഷ്, അയവുള്ളത്. എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാല് നടപ്പിലാക്കും. ടേക്ക് ആഫ്റ്റർ, റിസംബിൾ. റിസംബിൾ എന്ന് പറഞ്ഞാല് സാദൃശ്യം തോന്നുക. റിസംബിൾ. ഓക്കെ. Taking to receive in one's house, or they took me in and fed me. Okay. To receive in one's house എന്ന് പറയുമ്പോൾ എന്താണ് മീനിങ് പറയാമോ? സ്വീകരിക്കുക. ഒരാളെ ഹൗസിലേക്ക് സ്വീകരിക്കാം. ഓക്കെ. വെരി ഗുഡ്. 61. ആയില്ലേ? 60 ആയില്ല. ഇനി 61 to 65 അതാരാണ്? അടുത്തൊരാള്. യെസ്, അടുത്താരാണ്? ആരെങ്കിലും ഒരാള്? സാറേ ഞാൻ പറയാം. യെസ്, ഓക്കെ. അഫ്ര. ടേക്ക് ഓവർ, ടു ഗെയിൻ കൺട്രോൾ ഓവർ.
മറ്റൊരാളില് അധികാരം സ്ഥാപിക്കുക, അവരെ കൺട്രോള് ഏറ്റെടുക്കുക, അങ്ങനെയാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഗെയിൻ ദ കൺട്രോൾ, നിയന്ത്രണം ഏറ്റെടുക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. ടേക്ക് അപ്പ്, ഓക്യുപ്പൈ, റൈസ്, ഉയർത്തുക, ഉയർത്തുക, കൈയടക്കുക. ഓക്കെ 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 ഓക്കെ. കൈയടക്കുക. ടേൺ ഡൗൺ, റിജക്ട്, നിരസിക്കുക. വെരി ഗുഡ്. ടേൺഡ് അപ്പ്, അറൈവ്ഡ്, വരിക. ഓക്കെ 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 ഓക്കെ, എത്തിച്ചേരുക. ടേൺ ഔട്ട്, പ്രൂവ് ടു ബി ഇൻ ദ എൻഡ്. അതെന്താണ്? പ്രൂവ്, തെളിയിക്കുക. പറയോ? ഇൻ ദ എൻഡ്. ഓക്കെ, വെരി ഗുഡ്. പ്രൂവ് ടു ബി ഇൻ ദ എൻഡ്, അവസാനമായിട്ട് തെളിയിക്കുക. തെളിയിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്തത് നമുക്ക് 66 മുതൽ 69 വരെ. ഞാൻ പറയാം സർ. വെരി ഗുഡ്. പറഞ്ഞു ലിൻഡ. ടേൺ ഓവർ, അപ്സെറ്റ്, നമ്മൾ അപ്സെറ്റ് ആവുക, മൂഡ് ഓഫ് ആവുക എന്ന് പറയും. ടേൺ വിൻഡ് അപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞു. വൈൻഡ് അപ്പ്. ഓക്കെ 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 ഓക്കെ. ഫിനിഷ് ചെയ്യുക, അതായത് അവസാനിപ്പിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടി പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യട്ടെ, സമയം പോയി പറയാനല്ലേ. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് റൺ ഡൗൺ, ക്രിറ്റിസൈസ്. ക്രിട്ടിസൈസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വിമർശിക്കുക. ഓക്കെ 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 ഓക്കെ. അടുത്തത് ക്ലൈം ടു, ക്ലിങ് ടു, സ്റ്റിക്ക് ടു, സ്റ്റിക്ക് വടി. സ്റ്റിക്ക് ടു എന്ന് പറയുമ്പോൾ അത് നമ്മൾ അള്ളിപ്പിടിക്കാന്ന് എടുത്താൽ മതി. അള്ളിപ്പിടിക്കുക കേട്ടോ. ക്ലിങ് ടു, സ്റ്റിക്ക് ടു. കേട്ടോ, ചിൽഡ്രൻ ക്ലിങ് ടു ദെയർ മദേഴ്സ് ക്ലോത്ത്സ്. കുട്ടികള് അമ്മയുടെ വസ്ത്രത്തിൽ ഇങ്ങനെ അള്ളിപ്പിടിക്കുന്നു. വെൻ ദേ സീ സ്ട്രേഞ്ചേഴ്സ്, അവർ അപരിചിതരെ കാണുമ്പോൾ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത് കഴിഞ്ഞു. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോ എങ്ങനെ വരും എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ യെസ്, ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഒരു വേർഡ് നമുക്ക് വെച്ച് സെന്റൻസ് വരും. അതിന്റെ അടിയിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് മീനിങ് കൊടുത്തിട്ടുണ്ടാവും. കറക്റ്റ് ഉപയോഗിച്ച് നമുക്ക് പൂരിപ്പിക്കാം. അപ്പൊ ഇടക്കിടക്കൊക്കെ ഇതൊന്ന് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക. പഠിക്കാൻ ഞാൻ പറയണില്ല, ഇടക്കിടക്ക് ഇതൊന്ന് വായിച്ചുകൊണ്ടിരിക്കുക. ആ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ. പിന്നെ അതിൻ്റെ അകത്ത് എക്സാമ്പിൾ ആയിട്ട് കുറെ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ സെന്റൻസുകൾ നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ അതൊക്കെ പിടികിട്ടും. ഓക്കെ. ഈ സംശയം വരണമെങ്കിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ ഇത് നമ്മൾ യൂണിറ്റ് നമ്പർ 13മായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ നേരത്തെ എടുത്തുകൊണ്ടിരുന്നത് യൂണിറ്റ് നമ്പർ 16 ആ 16 നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലെറ്ററിനെ കുറിച്ച് പറഞ്ഞു. ഒരു സ്റ്റോറി റൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ അടിയിൽ വരുന്ന ചോദ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതെല്ലാം നമ്മൾ പറഞ്ഞു. ആ ലെറ്ററിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട്ലി ലെറ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ടൈപ്പുള്ള ലെറ്ററിനെ കുറിച്ച്. രണ്ടാമത്തെ ടൈപ്പുള്ള ലെറ്റർ. ലെറ്ററിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാന്ന് ഞാൻ പറഞ്ഞു. ഫ്രണ്ട്ലി ലെറ്റർ ആൻഡ് ഒഫീഷ്യൽ ലെറ്റർ. ഫ്രണ്ട്ലി ലെറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, പരിചയമുള്ള ആളുകൾക്ക് ഇട ഓടി എന്നൊക്കെ വിളിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ എഴുതുന്ന ആ കത്തുകളാണ് ഫ്രണ്ട്ലി ലെറ്റർ. രണ്ടാമത്തേത് ഒഫീഷ്യൽ ലെറ്റർ ആണ്. ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ടുള്ള കത്തുകൾ, ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന, ഔദ്യോഗികമായിട്ട് എഴുതുന്ന കത്തുകളെയാണ് നമ്മൾ ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയും. യെസ്, അല്ലെങ്കിൽ ഫോർമൽ ലെറ്റർ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയതിന് വ്യത്യാസമായിട്ട് ഇനി ചെറിയൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആദ്യം ഫ്രം എഴുതുന്നു. ഫ്രം എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലം ഒക്കെ നമ്മൾ എഴുതി. ഫ്രമിന്റെ നേരെ ചുവട്ടിലായിട്ട് നമ്മൾ ടു എന്ന് എഴുതുന്നു. ടു എന്ന് എഴുതിയിട്ട് ആർക്കാണോ നിങ്ങൾ അപേക്ഷ അയക്കുന്നത് ആ ആളുടെ പേര്, അഡ്രസ്സ്, സ്ഥലം അത് എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രമിന്റെ അടിയിൽ നമ്മൾ സർ എന്ന് വിളിച്ചു.
അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറൊരു സംഗതി എഴുതുകയാണ്. അതായത് നമ്മൾ എന്തിനെ കുറിച്ചാണോ നമ്മൾ ഈ സൂചന കൊടുക്കുന്നത്, കത്ത് എഴുതുന്നത്, ആ വിഷയം പറയണം. സബ്ജക്റ്റ് എന്ന് പറയും. സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് നമ്മൾ എന്ത് വിഷയം നമ്മൾ എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ അടിയിൽ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചന, ഒരു സൂചന കൊടുക്കുകയാണ്. നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു എന്നുള്ളത്. ഓക്കെ, ഇത് നമുക്ക് അതിന്റെ അടിയിലാണ് നമ്മൾ മാറ്റർ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ എക്സാമ്പിൾ പറയും. ഇതിപ്പോ ഞാനിപ്പോൾ പറഞ്ഞു പോയതാണ്. ഒരു എക്സാമ്പിൾ പറയാം. മലയാള മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി പേപ്പറിൽ വിപ്രോ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ വിളിക്കുന്നു എന്നുള്ളൊരു പരസ്യം നിങ്ങൾ കണ്ടു. മലയാള മനോരമ പേപ്പറിൽ വിപ്രോ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ വിളിക്കുന്ന ഒരു അപേക്ഷ നിങ്ങൾ കണ്ടു. അപ്പൊ നിങ്ങൾ അതിനകത്തേക്ക് ഒരു അപേക്ഷ അയക്കുകയാണ്. ഒരു അപേക്ഷ. യെസ്. അപ്പൊ അപേക്ഷയുടെ കൂടെ നിങ്ങൾ അതിന്റെ ഒരു CV കൂടി വെക്കുന്നുണ്ട്. അപ്പൊ ആ CV നമുക്ക് തൽക്കാലം പിന്നീട് നമുക്ക് നോക്കാം. ആ CV ഒക്കെ വെച്ചുകൊണ്ടൊരു അപേക്ഷ നമ്മൾ അയക്കുകയാണ്. ആ അപേക്ഷ അയക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങളുടെ പേര് ഫ്രം വെച്ചു, നിങ്ങളുടെ പേര് അഡ്രസ് ഒക്കെ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം 2 വെച്ചു. 2 വെച്ചിട്ട് നമ്മൾ മാനേജർ വിപ്രോ കമ്പനി, സ്ഥലത്തിന്റെ പേര് എഴുതി. ഓക്കെ, സർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സബ്ജക്റ്റ് വിഷയം, അതായത് ഈ വിപ്രോ മാനേജർക്ക് ഇത് എന്തുമായി ബന്ധപ്പെട്ട കത്താണ് എന്ന് അറിയണമെങ്കിൽ ഇത് മുഴുവൻ വായിച്ചു നോക്കണം. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കണം. സബ്ജക്റ്റ് വിഷയം. ആ വിഷയത്തിൽ നമ്മൾ എഴുതി ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സെയിൽസ് എക്സിക്യൂട്ടീവ്. സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റിലേക്കുള്ള അപേക്ഷ, അല്ല, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സെയിൽസ് എക്സിക്യൂട്ടീവ്. അത് നമ്മൾ എഴുതി. സബ്ജക്റ്റ് വന്നു. ഇനി അതിന്റെ അടിയിൽ നമ്മൾ വരുന്നത് റെഫറൻസ് ആണ്. റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൂചന. അപ്പൊ ആ സൂചനയായിട്ട് നമ്മൾ എഴുതി യുവർ അഡ്വർടൈസ്മെന്റ് ഇൻ മലയാള മനോരമ ഡേറ്റഡ് ഡേറ്റ് എഴുതി. നിങ്ങൾ മലയാള മനോരമയിൽ ഇത്രാം തീയതി കൊടുത്ത പരസ്യം ഉണ്ടാവും. അപ്പൊ എങ്ങനെയാ? ചിലപ്പോ അത് കഴിഞ്ഞതിന് ശേഷം വേറെ പരസ്യം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇത്രാം തീയതി മലയാള മനോരമയിൽ നിങ്ങൾ കൊടുത്ത പരസ്യം, ആ പരസ്യമാണ് ഇതിന്റെ റെഫറൻസ്, സൂചന. അപ്പൊ ആ സൂചനയിൽ നിന്ന് വിവരം അറിഞ്ഞിട്ട് മേലെ പറഞ്ഞിരിക്കുന്ന വിഷയത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു കത്ത് എഴുതുകയാണ്. യെസ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു അപേക്ഷ എഴുതണം. അതാണ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ ഡിസ്കസ് ചെയ്ത് ഓരോരുത്തരും പറയണം. നോക്കി, നിങ്ങളുടെ പേരായി, അഡ്രസ്സായി, വിഷയമായി. അത് കഴിഞ്ഞതിന് ശേഷം റെഫറൻസും കൊടുത്തു. ഞാൻ ഫസ്റ്റ് വരി ഞാൻ പറയാം. ഫസ്റ്റ് വരി പറയുകയാണ് വിത്ത് റെഫറൻസ്. കത്ത് എഴുതേണ്ടത് നമ്മള് വിത്ത് റെഫറൻസ് ടു നോട്ടിഫിക്കേഷൻ ഇൻ മലയാള മനോരമ ഡേറ്റഡ് ഇത്രാം തീയതി, ഡേറ്റ് പറഞ്ഞു. I would like to apply the post of sales executive. സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റിലേക്ക് ഞാൻ എന്റെ അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. ഒന്നുകൂടി പറയാം. വിത്ത് റെഫറൻസ് ടു യുവർ അഡ്വർടൈസ്മെന്റ് ഡേറ്റഡ്, ഡേറ്റ് പറയും, ഇൻ മലയാള മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി. I would like to apply for the post of sales executive. യെസ്. ഇനിയുള്ളത് നിങ്ങൾ പറയണം സ്വന്തമായിട്ട്. ഞാൻ വേണമെങ്കിൽ 2-3 ക്ലൂ വിട്ടുതരെയാണ്. നിങ്ങൾക്ക് പറയാം, ഐ ആം എ ഗ്രാജുവേറ്റ്. ഞാനൊരു ഗ്രാജുവേറ്റ് ആണ്. എവിടം വരെ പഠിച്ചിട്ടുണ്ട്, എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഈ ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇതുപോലെയുള്ള ജോലി ചെയ്ത് എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, എൻ്റെ ഹോബി എന്തൊക്കെയാണ്, എനിക്ക് ഏതെല്ലാം ഭാഷകൾ സംസാരിക്കാൻ അറിയാം, എനിക്ക് എൻ്റെ സ്കില്ല്, എൻ്റെ കഴിവ്, ഇന്നിൻ്റെ കാര്യങ്ങൾ എനിക്ക് സ്കില്ലുണ്ട്, അതെന്തൊക്കെയാണ്. ഞാനിപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ കാര്യങ്ങൾ പറയാം. എൻ്റെ സ്കില്ല് എന്തൊക്കെയാണ്, എനിക്ക് ഏതെല്ലാം ഭാഷകൾ സംസാരിക്കാൻ അറിയാം. ഓക്കെ, എൻ്റെ ഹോബി എന്തെല്ലാമാണ്, എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം പരിപൂർണമായിട്ട് ഞാൻ നിർവഹിക്കുന്നതാണ്. എൻ്റെ ഒരു CV ഇതിനോടൊപ്പം ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ നിന്നും അനുകൂലമായ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പേര് ഒപ്പ്. അപ്പൊ നമുക്ക് വേണ്ടത് ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യണം ഓരോരുത്തരും. ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്.
വിത്ത് റെഫറൻസ് ടു നോട്ടിഫിക്കേഷൻ നമ്മൾ ചിന്തിക്കണം, നമ്മൾ പരിഗണിക്കണം. കാരണം നമ്മളൊരു പേപ്പറിലെങ്കിലും ഒരു അപേക്ഷ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു അപേക്ഷ അയക്കണ്ടേ? അയക്കേണ്ട അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ആളെ സഹായം തരാൻ പറ്റും. യെസ്, അപ്പൊ അതിന് നമ്മൾ തന്നെ അപേക്ഷ അയക്കുന്നത്. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിക്കണം, എങ്ങനെ എഴുതാവുന്നത്. വിത്ത് റെഫറൻസ് ടു നോട്ടിഫിക്കേഷൻ ഡേറ്റ് എഴുതി മലയാള മനോരമ ഡെയിലി, മലയാള മനോരമ ദിനപത്രത്തില് ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് സെയിൽസ് എക്സിക്യൂട്ടീവ്. ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റിലേക്ക് ഞാനിത് അതിന്റെ അപേക്ഷ സമർപ്പിക്കുന്നു. യെസ്, ദീപ്തി ബാക്കിയൊന്ന് പൂരിപ്പിക്കാമോ? തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. എല്ലാവരും മനസ്സിൽ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. സാർ 5 മിനിറ്റ് തരുമോ? ഓക്കെ ഓക്കെ, ക്യാരി ഓൺ. ഓക്കെ തരാം. ഓക്കെ. ഹരീഫ, ഫൈസൽ, നിങ്ങളാരും മാറി നിൽക്കരുത് കേട്ടാ. നമ്മൾ ആകെ ഈ 10-15 പേരല്ലേ ഉള്ളൂ. മാറി നിൽക്കരുത്. ഹരീഫ, ഫൈസൽ ഇല്ല. 5 മിനിറ്റ് മാം. വെരി ഗുഡ്. ഓക്കെ, യു ടേക്ക് 5 minutes. ഓക്കെ. നിസിയ സമദ്. യെസ്, ചിച്ചു. സാറേ ഒരു 5 മിനിറ്റ്. ഓക്കെ. യു ടേക്ക്. ഓക്കെ. നമുക്ക് എപ്പോഴും വന്ന് പറയാറുള്ള ഒരാളാണല്ലോ മുബീന. ആർ യു റെഡി? ശ്രമിക്കാം സാർ. ഓക്കെ, ക്യാരി ഓൺ. ഓക്കെ. ഐ വിൽ സപ്പോർട്ട് യു. അപ്പൊ അവർക്ക് ഇത് കുറച്ച് ചിന്തിക്കാൻ സമയം കിട്ടും. ഓക്കെ, അത് ഞാൻ പോരെ സാർ. ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഫോർ, പിന്നെ ആ ഏത് ഇൻഡസ്ട്രി ആണെങ്കിൽ ഇപ്പം ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് വിളിച്ചിട്ടുള്ളെങ്കിൽ ആ കമ്പനിയുടെ പേര്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. ആ മാറ്റർ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഇത്രയും പേരെ പറഞ്ഞു. നമ്മൾ ഫ്രം എഴുതി, ടു എഴുതി, സബ്ജക്ട് എഴുതി, റെഫറൻസ് എഴുതി, നമ്മൾ കത്ത് എഴുതി ആരംഭിക്കുകയാണ്. വിത്ത് റെഫറൻസ് നോട്ടിഫിക്കേഷൻ ഞാൻ സപ്പോർട്ട് ചെയ്യാം. വിത്ത് റെഫറൻസ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് മലയാള മനോരമ നമ്മൾ പറഞ്ഞു. ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് സെയിൽസ് എക്സിക്യൂട്ടീവ്. സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി മുബീന പറയൂ, ഞാൻ ഒരു ഗ്രാജുവേറ്റ് ആണ് പറഞ്ഞു. I am a BTech graduate and okay, very good. I am a BTech graduate. ഇനി പറ, ഞാൻ പാസ്സായ വർഷം ഇന്ന വർഷം ഞാൻ പാസ്സായി. BTech graduate, completed the course 2010. Okay, very good. അത് കറക്റ്റ് ആയില്ല. ഞാൻ ഗ്രാജുവേറ്റ് ആണ്, എന്റെ കോഴ്സ് ഇത്ര സമയം ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ. I completed my BTech from Electronics and Communication from MA Engineering College 2010. Okay, very good. Okay. അപ്പൊ കയ്യിലുണ്ടല്ലോ സംഗതി, പറഞ്ഞോട്ടെ. And also I am a BA English Literature graduate. Okay, very good. So I would like to apply this post. I am well experienced for sales. അപ്പൊ മുബീന പറയണേ, എനിക്ക് വേറൊരു കമ്പനിയുടെ പേര് പറയാം. ആ കമ്പനിയില് 2 വർഷം സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലി ചെയ്ത പരിചയമുണ്ട്. ഓക്കെ. കമ്പനിയുടെ പേര് ഇഷ്ടമുള്ള പേര് പറഞ്ഞു. നമ്മളൊരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യല്ലേ, ഇഷ്ടമുള്ള പേര് പറഞ്ഞു. Year experience from Infosys. Very good. So I hear about this. അപ്പൊ നമുക്കൊന്നുകൂടി ഭംഗിയാക്കി പറയാം. I have 2 years experience as sales executive in Infosys. I have 2 years experience as a sales executive in Infosys. Okay, very good.
I hear about this from hear about this industry, so I would like to join this. അത് ഒന്നുകൂടി ഒന്ന് സംഗതി പറഞ്ഞ മുബീനയുടെ ഐഡിയ എനിക്ക് പിടികിട്ടി, എന്താ മനസ്സിലുള്ളത്. അവരൊന്ന് സൂചിപ്പിക്കുകയും ഈ ഇൻഡസ്ട്രിയെ കുറിച്ച്, ഈ ഇൻഡസ്ട്രിയുടെ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ ധാരാളം പത്രങ്ങളിലൂടെ വായിച്ചിട്ടുണ്ട്, ഒന്ന് സൂചിപ്പിച്ചു പറ അവരെ. I hear about your industry. I would like to join this big. പറഞ്ഞോ, കറക്റ്റാണ്, തെറ്റില്ല, പറഞ്ഞോളൂ, ശരിയാണ്. Big industry. ഓക്കെ 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 ഓക്കെ. ഇനി മുബീന പറയൂ, മുബീനക്ക് ഏതൊക്കെ ഭാഷകൾ അറിയാം? പറഞ്ഞു. I am experiencing Malayalam, English and Hindi. ഇപ്പൊ ഞാനിപ്പോ പറയാം, മുബീനക്ക് ഇപ്പോ ഏതെങ്കിലും ഒരു വിദേശ ഭാഷ അറിയാമെങ്കിൽ അതുകൂടി പറയണം. കാരണം ഈ കമ്പനി ഇപ്പോ മുബീനക്ക് ജർമ്മൻ ഭാഷ അറിയാം, ജർമ്മൻ ഭാഷ അറിയാതെ പറയുന്നു. കാരണം ഈ കമ്പനിക്ക് ജർമ്മനിയിൽ ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അപ്പോയിന്റ് ചെയ്യാമല്ലോ. അപ്പോ I am expert in German. അത് ഞാൻ ഒരു സാധ്യത കിട്ടാറുണ്ട്. ഓക്കെ 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 ഓക്കെ. പറയുമ്പോ സത്യം പറയാവൂ, ഇപ്പൊ നുണ പറഞ്ഞോ, കുഴപ്പമില്ല. അപേക്ഷ എഴുതുമ്പോ അതേ പറയാവൂ. ഓക്കെ, പറഞ്ഞോ. I promise that I am an asset for your. Oh, very good, very good, very good. I will be an asset for you. എന്നെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടായിരിക്കും. നിങ്ങളുടെ കമ്പനി സക്സസിലേക്ക് വരും. ഓക്കെ 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 ഓക്കെ, അതൊക്കെ നല്ല രസമുണ്ട്. ഓക്കെ. ഇനിയും എന്തെങ്കിലും ഇതേപോലെ കയ്യിൽ നിന്ന് ഇടാന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ടോ. I promise you that I am increasing your profit. ഓക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു കാര്യവും പറയാം. I have great communication skill. Yes. അത് പറയാം. എക്സിക്യൂട്ടീവ് വേണ്ട ഒരു ക്വാളിറ്റി ആണല്ലോ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ I have great communication skill. പറഞ്ഞോ, പറഞ്ഞേ. Expert in marketing. Yes. ഇനി നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് വഴി നമുക്ക് പറയാം, എന്റെ CV ഇതിനോടൊപ്പം എൻക്ലോസ് ചെയ്തിട്ടുള്ള ഒരു വാചകം കൂടി പറയാം. I am attach my CV from here. ഓക്കെ 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 ഓക്കെ. മുബീന, ഇനി വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓർമ്മറ്റുന്നില്ല സർ. ഓക്കെ, ഇപ്പൊ ഇത്രയും പറഞ്ഞില്ലേ, ഇത് ഒന്നും കൂടി തുടക്കം തൊടി കറക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞ സംഗതി ഓക്കെ ആയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞത് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞത് ഇപ്പൊ ഞാൻ തപ്പി തടഞ്ഞ് അപ്പോഴേക്ക് ഒന്ന് ടച്ച് ചെയ്തൊക്കെ പോയി. അതില്ലാണ്ട് ഇനി തുടക്കം തുടങ്ങി പറയാം. അപ്പൊ ഞാൻ തുടങ്ങി വെക്കുകയാണ്. വിത്ത് റെഫറൻസ് ടു നോട്ടിഫിക്കേഷൻ ഡേറ്റഡ് സോ ആൻഡ് സോ ഇൻ മാതൃഭൂമി ഡെയിലി, I would like to apply for the post of a sales executive. I am a graduate. I am a BTech graduate from Electronics and Communication Engineering from MEA Engineering College at 2010 pass out, and also I am a BA English Literature graduate. I am expert in Malayalam, English and Hindi and German languages. Okay. I would like to join your this big industry. I am 2-year experience in Infosys. Okay. I am good communicating skill and marketing skill. Okay. So I would like to join your industry. I am a big asset. I promise that I am a big asset to your company. Okay. And I promise that I will help to improve your profit level. Oh, very good, very good.
പിന്നെന്താ സാർ? ഇനി നമ്മൾ സിവിയുടെ കാര്യം കൂടി പറഞ്ഞോ. attach my CV here. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, പിന്നെ നന്നായിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്നുകൂടി ഒന്ന് പോളിഷ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാത്. ഓക്കെ, റെഡിയാകും. ദീപ്തി, സമയം കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. Sir, carry on. from Deepthi KN, Mala to Executive Director, Wipro. Matter വന്നാൽ മതി. ഓക്കെ. Subject application for the post of sales executive. Okay. I have experience of 3 years, skills and abilities that match your requirements. Therefore, I believe I will be perfect candidate for the required field. Very good. In response to your advertisement in the daily job date, 18 September 2024, that some sales executives are going to be appointed at your kind disposal. Very good. I want to offer myself a candidate for the same. My particulars are given in my CV attached here with. Okay. I look forward to hearing from you and hope that you would be kind enough to call me for an interview. Okay. This is with reference to the advertisement date 18 September 2024 in Manorama newspaper. Okay, okay. It's വെരി ഗുഡ്, വെരി ഗുഡ്. 5 മിനിറ്റ് ദീപ്തി എടുത്തെങ്കിലും ആ 5 മിനിറ്റിന്റെ റിസൾട്ട് അതിന്റെ അത് കാണിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നല്ല ലാംഗ്വേജ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അരീഫ, യെസ് പറഞ്ഞു. ഫ്രം കൊണ്ട് പോകുന്നു വേണമെന്നില്ല, മാറ്റർ പറഞ്ഞാൽ മതി. ഓക്കെ. Okay. I'm a degree graduated person. Okay, I'm very good. graduated in 2008. Okay. I'm also graduated in BA English Literature. Very good. I heard about your industry. Oh, very good, very good. I would like to join your company. Yes. As a salesman, I would talk in Malayalam, English, Arabic, Hindi, etc. Okay. I would have a sir, ബാക്കി എഴുതിയിട്ടില്ല. എന്താണ് ഉദ്ദേശിച്ചത് അരീഫ? പറഞ്ഞു. എന്താ എനിക്ക് മനസ്സിൽ ഉദ്ദേശിച്ചത് എന്തായിരുന്നു അത് പറഞ്ഞേ? നിങ്ങൾ എന്നെ കമ്പനിയിൽ എടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ നേട്ടം ഉണ്ടാകും. ഓക്കെ, 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 ഓക്കെ. അപ്പൊ നമുക്ക് എന്നെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഐ ആം അപ്പോയിന്റഡ്, അല്ല ഞാൻ എന്നെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ, അത്ര വരെ പറഞ്ഞു. ബാക്കി പറഞ്ഞു. I'm so glad to join your company. നമുക്ക് വേണമെങ്കിൽ അതൊന്നുകൂടി ഭംഗിയാക്കാം. ഇഫ് ഐ ആം അപ്പോയിന്റഡ്, ഐ വിൽ ഡിസ്ചാർജ് ഓൾ ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ കമ്പനി. എല്ലാ ഉത്തരവാദിത്തവും അതിനോട് എന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ ഞാൻ ഭംഗിയായിട്ട് ചെയ്യും. ഐ വിൽ ഡിസ്ചാർജ് ഓൾ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ കമ്പനി. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇനി അടുത്ത് പറഞ്ഞു. വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു. എന്റെ CV എന്നോടൊപ്പം വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. I have an experience on CV. Okay. യെസ്, പറഞ്ഞോളൂ. കുഴപ്പമില്ല, പറഞ്ഞത്രയൊക്കെ ഭംഗിയായിട്ടുണ്ട്. മൈ CV is enclosed here with. എന്റെ CV എന്നോടൊപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? എൻക്ലോസ് ചെയ്യുന്നു.
Okay. Okay. Okay, 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 okay. Very good, Hanifa. ഒന്നുകൂടി നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി റെഡിയാക്കി ഇത്ര സമയത്ത് റെഡിയാക്കിയില്ലേ. ദാറ്റ് ഈസ് വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഒരാളും കൂടി നമുക്ക് റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു 5 മിനിറ്റ് ചോദിച്ചാണ് സിസ്ലിയെ. ഹരീഫ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരാളും കൂടി ചോദിച്ചില്ലേ 5 മിനിറ്റ് എന്ന് പറഞ്ഞത്? ജസ്ന. ഞാനാണ് സാറേ, ജസ്ന. ജസ്ന എന്നാണ് പേര്. പറഞ്ഞോളൂ. യെസ്, പറഞ്ഞോളൂ. I am a BCom graduate. I have 6-year experience in Technopark. I can handle 4 languages: English, Hindi, Arabic, French. I do well this job. Very good, very good. I have good communication skill. I would like to join in your company because it is a biggest and reputed company. Very good, very good. I would promise if I am appointed, I trustworthy in your company. I attach my CV in this letter. Okay, okay, very good, very good, very good. Okay, 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 very good. നന്നായിട്ടുണ്ട്. Okay. Yes, okay. അപ്പൊ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയണം. വേണ്ട, അടുത്ത പ്രാവശ്യം വരുമ്പോൾ വിശദമായിട്ട് പറയാം. ഓക്കെ. അപ്പോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ ഈ 15-ാം തീയതി ഓണം നിങ്ങൾ ആഘോഷിച്ചത് എങ്ങനെയാണെന്നുള്ള കേസ് ഒന്ന് ഇംഗ്ലീഷിൽ പറയണം. ഞാൻ ചിലപ്പോൾ ചോദിക്കാൻ മറന്നു പോകും, പക്ഷെ നിങ്ങൾ അതിനെ ഓർമ്മിപ്പിക്കാൻ മറക്കരുത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആ ഓണത്തെ കുറിച്ച് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തേക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അത് അവതരിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ. സോ now it is a time to depart. So we will meet in the next class. അപ്പൊ ഇന്നിപ്പോ യാദൃശ്യമായിട്ട് വേറെ ടീച്ചർ ഇല്ലാതെ വന്നതുകൊണ്ട് ഞാൻ വന്നതാണ്. ഇതുപോലെ ഗ്യാപ്പ് വരുമ്പോഴൊക്കെ ഞാൻ വരും. ഓക്കെ. സോ ഗുഡ് ബൈ. We will meet in the next class. Okay, 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 okay. Thank you, sir. Good night, sir. Thank you, sir. Thank you, sir. Okay, okay. Thank you, sir. Good night. Yes. Oh. Okay, okay, okay.